ഏറ്റുമാനൂരിൽ അമ്മയുടെയും പെൺമക്കളുടെയും ആത്മഹത്യയിലേക്ക് നയിച്ചത് ഭർത്താവ് നോബിയുടെ പ്രകോപനമെന്ന് നിഗമനം. ഷൈനി മരിക്കുന്നതിന് തലേന്ന് നോബി ഫോണിൽ വിളിച്ചിരുന്നു. വിവാഹമോചന കേസിൽ സഹകരിക്കില്ലെന്ന് നോബി പറഞ്ഞിരുന്നു. കുട്ടികളുടെ ചെലവിനുള്ള പണം തരില്ലെന്നും അറിയിച്ചതായും വിവരം. ഇതിനിടെ ഷൈനിയും മക്കളായ അലീനയും ഇവാനയും റെയിൽവേ ട്രാക്കിലേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. മരിക്കുന്നതിൻ്റെ തലേന്ന് കുട്ടികൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഫെബ്രുവരി 28 പുലർച്ചെ 4:44 ഷൈനി മക്കളായ അലീന, ഇവാന എന്നിവർക്കൊപ്പം പള്ളിയിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. നേരെ പോയത് വീടിന് സമീപത്തെ റെയിൽവേ ട്രാക്കിലേക്ക്. ആത്മഹത്യ ചെയ്ത തലേ ദിവസം ഭർത്താവ് നോബി ലൂക്കോസ് ഷൈനിയെ ഫോണിൽ വിളിച്ചു. മദ്യലഹരിയിൽ വിളിച്ച നോബി ഷൈനിയെ അധിക്ഷേപിച്ച് സംസാരിച്ചു. വിവാഹമോചന കേസിൽ സഹകരിക്കില്ലെന്നും കുട്ടികളുടെ പഠനത്തിന് നൽകിയ തുക നൽകില്ലെന്നും അറിയിച്ചു. നോബിയുടെ അച്ഛന്റെ ചികിത്സയ്ക്കെടുത്ത വായ്പയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി. ഇക്കാര്യങ്ങൾ നോബി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. നോബി ഷൈനിയെ ഫോണിൽ വിളിച്ചിരുന്നതായി പിതാവ്. ഫാമിലി കോർട്ടിലെ എൻ്റെ മകൾക്കും പിള്ളേർക്കും ജീവനാംശം കിട്ടുന്നതിനും ഞാൻ കൊടുത്ത ഡെവറിയും സ്വർണവും തിരിച്ചു കിട്ടാനും വേണ്ടിയിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിൻ്റെ 4 അവധിക്കും ഇവർ നോട്ടീസ് കൈപ്പറ്റുകയോ വരുവോ ചെയ്തിട്ടില്ല. 4ാമത്തെ അവധിക്ക് ഈ എൻ്റെ മകളുടെ ഭർത്താവ് സ്ഥലത്തുണ്ടായിരുന്നു, എന്നിട്ട് പോലും വന്നില്ല. അതിലില്ല അവൾക്ക് ഒത്തിരി. എന്നിട്ട് അവൾ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു, ഇതൊന്നും ഒരു കാലത്തും തീരിയായിട്ട് എനിക്ക് പണിയും കിട്ടിയില്ല, എൻ്റെ കാര്യം ഇതാണ്. വീട്ടുകാരുടെയും നാട്ടുകാരിൽ ചിലരുടെയും മൊഴി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് നോബിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. തൊടുപുഴയിൽ നോബിക്കെതിരെ ഗാർഹിക പീഡന കേസ് കൂടി നിലവിലുണ്ട്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.